ബിനോയ്ക്ക് ചക്രത്തിൽ വേഷം കിട്ടിയത് പെട്ടെന്ന് കിട്ടിയതാണ്. അതൊന്നുമല്ല. ഞാൻ ഏതാണ്ടൊരു 50ഓളം സിനിമകളിൽ ഒരു സീനും 2 സീനും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അഭിനയിക്കുന്നത് ആരുടെ മുമ്പില്? ലോഹിത് ദാസ് എന്ന് പറയുന്ന ആ മഹാ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ഒരു കള്ളുകൂടിയനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അഭിനയിച്ച് വരാം. അന്ന് കണ്ട പൃഥ്വിരാജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ലോഹിത് സാർ ആയാലും എല്ലാ കാര്യങ്ങളും അടുത്തിരുത്തി പറഞ്ഞ് കൊടുത്തിരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ല. അപ്പോൾ ഈ ചോദ്യം, ഇത് ഇയാൾ ശരിക്കും അഭിനയിച്ചില്ലെങ്കിൽ പടത്തെ ബാധിക്കില്ലേ? ഇത് എനിക്ക് വല്ലാത്തൊരു വേദനയായി. അപ്പോൾ ഞാനൊക്കെ നമ്മളീ പറയുന്ന മാതിരി വലിയ ഇതിൽ അല്ല വരുന്നത്. സാധാരണ കുടുംബം. ഒരിക്കൽ രാവിലെ ഒരു 7 മണി സാറിൻ്റെ വീട്ടിൽ ചെല്ലുവാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ സാറിന് രാവിലെ നടക്കാനിറങ്ങും. അപ്പോൾ വേഗം സാറ് എന്നെ കണ്ട വഴി എന്താണ് ചോദിച്ച്, അന്ന് എന്നോടാരും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ സാറിന് കാണിച്ചു കൊടുത്തു. സാർ ഇങ്ങനെ നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ 5 അടി 10 ഇഞ്ചുണ്ട്. ഒരു സ്ഥലത്ത് രാജൻ പി ദേവ് എന്ന് പറയുന്ന മഹാനായ കലാകാരൻ്റെ ഇരിക്കുന്നു. വേറെ സ്ഥലത്ത് ഉമ്മർക്ക് അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. രാജൻ പി ദേവ് ഒരു പള്ളി പ്രമാണിയായിട്ട്. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പേര് ബിനോയ് എന്നാണ്, അങ്ങനെ അഭിനയിക്കാനായിട്ട് ഒന്നും അറിയത്തില്ലല്ലോ, നമുക്ക് അതൊന്നും വില്ലനെന്ന് പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനെ മെല്ലെ വീടാണെന്ന് ഓർത്ത് എഴുന്നേറ്റ് വരിക. നോക്കുമ്പോൾ സാറ് കവിഞ്ചിയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചിട്ട് എന്നെ മാത്രം നോക്കി കിടക്കുക. ഇങ്ങനെ നമ്മൾ ചാരി ഇരിക്കുക. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാടെക്. 2003 ലോഹിത് ദാസിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രമാണ് ചക്രം. 23 വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് നായകനായി എത്തിയ ആ ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം കട്ടക്ക് നിന്ന ഒരു വില്ലനെ ഓർമ്മയില്ലേ? 23 വർഷങ്ങൾക്ക് ശേഷം ആ വില്ലനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വരുന്നത്. ബിനോയ് ചേട്ടൻ, നമസ്കാരം. നമസ്കാരം. ദി വില്ലൻ ഓഫ് ചക്രം. 23 വർഷമായി. അതിനുശേഷം ആരും കണ്ടിട്ടില്ല. ഇത്രയും നാൾ എവിടെയായിരുന്നു വിനോയ് ചേട്ടാ? ഞാന് എവിടെ പോവാനാ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ. എന്നാലും ആൾക്കാർക്ക് ഇപ്പൊ ബിനോയ് ചേട്ടൻ ഇങ്ങനെ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഈ മുടി ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവെങ്കിലും എല്ലാരും ഇപ്പൊ ആ സിനിമ ഒന്നും കൂടി ചിലപ്പോ കാണും, ചക്രം ഒന്നും കൂടി ചേട്ടന്റെ അഭിനയമൊക്കെ ഒന്ന് കാണാനായിട്ട്. എന്നാലും എവിടെയായിരുന്നു ഈ ഒരു എന്താ പറയാ മിസ്സിങ് ഇല്ല. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. കാരണം ആളുകൾ വിചാരിക്കും എനിക്ക് ചക്രത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു വേഷം കിട്ടിയത്. അങ്ങനെയല്ല. ഞാൻ ആദ്യം ഫസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഒത്തിരി പരിശ്രമങ്ങൾ, ചക്രത്തിലേക്ക് എത്തുന്നത് വരെ. അതായത് എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് തന്നെ നമുക്ക് നീണ്ട ഒരു അനുഭവ സമ്പത്തുണ്ട്. അതിൽ ധാരാളം എന്താ പറയണ്ടേ, ആ അനുഭവങ്ങളെന്ന് പറയുന്നത് വേദനയിലുള്ള അനുഭവങ്ങളുമുണ്ട്, സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുമുണ്ട്, കുറേ കോമഡിയും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞാനിവിടെ എറണാകുളത്താണ് പഠിച്ചത്. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ ഫാദർ ഇവിടെ എറണാകുളത്ത് ഒരു അക്കൗണ്ടൻ്റാണ്, ജോലി ചെയ്യുന്നു.
അപ്പോൾ ഞാനൊക്കെ നമ്മൾ ഈ പറയുന്ന മാതിരി വലിയ ഇതിൽ നിന്നൊന്നും അല്ല വരുന്നത്. സാധാരണ കുടുംബം, അതായത് കപ്പ, നെല്ല്, കാച്ചിൽ, ചേന, ചേമ്പ്, അങ്ങനെ ഈ കാർഷിക വിളകളുടെ ഒരു നാടാണ്. കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ച് എനിക്ക് പഠിക്കാനുള്ള പൈസ അമ്മ ഉണ്ടാക്കി തരും. അങ്ങനെ അപ്പോൾ ആദ്യം തൊട്ടേ ഒരു പക്ഷേ അമ്മയായിരിക്കണം ഈ എന്നിലെയും അഭിനയിക്കണം, നടനാകണം എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് നാൾ ഞങ്ങൾ മദ്രാസിലായിരുന്നു ഫാദറിൻ്റെ ജോലി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഈ എനിക്കൊരു അനുജനുണ്ട്, ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് അന്നിറങ്ങുന്ന എല്ലാ സിനിമയും കാണാൻ പോകും. ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് അമ്മ പോകും. അപ്പോൾ എൻ്റെ ഫാദർ ഒരു സുന്ദരനായ ഒരാളാണ്. നമ്മൾ നസീർ സാറിനെ പോലെയൊക്കെ ഒരാളാണ്. ആ സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അത്രയൊന്നുമില്ല. അപ്പോൾ ഈ നസീർ സാറ് ഈ വെളുത്തിരെ വരുമ്പോൾ ഞാൻ വിളിക്കും, അപ്പച്ച എന്ന് വിളിക്കും. അപ്പോൾ അന്ന് മുതലേ സിനിമ നമ്മുടെ ഒരു ജീവാത്മാവാണ്. അതിനുശേഷം എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിന് എനിക്ക് ആക്ച്വലി അപ്പച്ചൻ തരുന്നത് 50 രൂപയാണ്. പക്ഷേ ഈ 50 രൂപ കൊണ്ട് നമുക്കൊന്നും നടക്കത്തില്ലല്ലോ. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, സിനിമ കാണണം. അപ്പോൾ അന്ന് സരിത, സവിത, മേനക, പത്മ, ഷേണൈസ് ഈ തിയേറ്ററിൽ എല്ലാമാണ് ആദ്യത്തെ പടം. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ സിനിമ കാണണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ, അപ്പോൾ പല ദിവസവും ക്ലാസ്സിൽ കയറത്തില്ല. ഈ ഫസ്റ്റ് ഡേയിൽ തന്നെ നീണ്ട ക്യൂ ആയിരിക്കും ഈ ഇതിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് ക്യൂ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ സരിതയുടെ അവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ഷീറ്റിൻ്റെ മുകളിലൂടെ വരും, വന്നിട്ട് ഫ്രണ്ടിൽ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കും. ചില ദിവസമൊക്കെ ചോറമ്മ പൊതിഞ്ഞ് തന്നു വിടും. അപ്പോൾ ഈ ക്യൂവിൽ നിന്നിട്ട് തന്നെ ഈ ചോറ് കഴിക്കും. അതാണ് കമ്മിറ്റ്മെന്റ്. അതാണ്. അപ്പോൾ അവിടെ നിന്ന് അഴിച്ചു കഴിക്കും. അപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ എറണാകുളത്തെ ഗ്യാങ്സാണ്. എന്നിട്ട് ഞങ്ങൾ സിനിമ കാണും, എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കും. അതൊരു സുഖമല്ലേ ഫസ്റ്റ് ഡേ കാണുന്ന പോലെ. ഇന്നത്തെ പോലെ അല്ല. ഇന്ന് തിയേറ്റർ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ തിയേറ്റർ ആൾക്കാരില്ലാതെയാവും, സിനിമകൾ പോകുന്നില്ലാതെ. അന്ന് അങ്ങനെയല്ല. അന്ന് തിയേറ്റർ എപ്പോഴും ഹൗസ്ഫുള്ളാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഹരിഹരൻ സാറിൻ്റെ വടക്കം വീരഗാഥയൊക്കെ റിലീസായ സമയത്ത് ആ തിയേറ്ററിലുണ്ടാകുന്ന കരഘോഷങ്ങൾ അന്ന്. അപ്പോൾ അന്ന് തന്നെ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് നിർത്തൂല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഊണ് കഴിച്ചല്ലോ, അത് കഴിഞ്ഞ് അപ്പോൾ നൂൺ ഷോ ആണ്. ആ പടം കഴിഞ്ഞു ഉടനെ തന്നെ മേനകയിലേക്കോ പത്മയിലേക്കോ ഷേണൈസിലേക്കോ ആണ്. അവിടെ പോയി 3 മണി തൊട്ട് ആ പടവും കാണും. അങ്ങനെ ഏതാണ്ട് ഒരു ദിവസം ഒരു 3 ഫിലിം വരെ കാണും. അത് ഒരു പ്രാവശ്യമല്ല. ചിത്രം എന്ന് പറയുന്ന ഇപ്പോൾ ലാലേട്ടൻ്റെ പടം ഞാൻ ആദ്യം തന്നെ ലാൽ സാറിന്, അതുപോലെ തന്നെ ഈ ചക്രത്തിൻ്റെ ആദ്യത്തെ ടീമിന് ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ടുള്ളൊരു ഇന്റർവ്യൂ. കാരണം ചക്രം ആദ്യം ചെയ്തത് ലാലേട്ടൻ നായകനായിട്ട്, ദിലീപേട്ടൻ അങ്ങനെ അഭിനയിച്ച്, അതായിരുന്നു ആദ്യമായിട്ട് ചെയ്ത പടം. കമൽ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അത് പിന്നെ നിർഭാഗ്യവശാൽ ആ പടം മുടങ്ങിപ്പോയി. ആ സെയിം സ്ക്രിപ്റ്റ് തന്നെയാണ് ലോഹിത് സാറ് ചക്രമാണ്. അപ്പം ആദ്യം ഞാൻ ആ ടീമിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ രണ്ടാമത്, അപ്പോൾ ഇങ്ങനെ തിയേറ്ററിലെല്ലാം
സിനിമ കാണും. സിനിമ കണ്ടതിന് ശേഷം വൈകുന്നേരം വീട്ടിലേക്ക് പോകും. അപ്പോഴും അടുത്ത ദിവസത്തെ ചിന്ത ഈ അടുത്ത റിലീസ് ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം മനസ്സിലെപ്പോഴും ഈ സിനിമ മാത്രമാണ്. അന്നും അതെ, ഇന്നും അതെ, എൻ്റെ മനസ്സിൽ സിനിമയാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ 1-2 ചെറിയ സിനിമകളൊക്കെ ചെയ്തു. അത് പിന്നെ എനിക്കുള്ളൊരു ചെറിയ കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ തിരക്കിൻ്റെ ആളാണ്, ഹരിബറിയാണ്. അപ്പോൾ ആ ഒരു സമീപനം സിനിമയ്ക്ക് പറ്റത്തില്ല. സിനിമയ്ക്ക് കുറച്ച് നമ്മൾ ടൈം കൊടുക്കണം, പ്രോപ്പർ സ്ക്രിപ്റ്റ് ആയിരിക്കണം. ഞാൻ 1-2 ചെറിയ വർക്കുകളൊക്കെ ചെയ്തായിരുന്നു. അതൊന്നും പ്രോപ്പർ സ്ക്രിപ്റ്റ് അല്ല. അത് എനിക്ക് പോയി നമ്മൾ ക്യാമറമാനെ വിളിക്കുന്നു, ചെറിയൊരു ഇത് സെറ്റപ്പിൽ പിള്ളേരെ കൂട്ടുകാരൊക്കെ. അപ്പോൾ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ക്രേസാണല്ലോ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതും എല്ലാവർക്കും ഒരു ക്രേസാണല്ലോ. അപ്പോൾ ബന്ധുക്കൾക്കും എല്ലാം ഞാൻ ഈ ചക്രത്തിലൂടെ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു മൈലേജ്, വലിയൊരു മൈലേജ് ഉണ്ട്, എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചക്രത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് ആ മൈലേജ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോഹിതദാസ് സാർ മാത്രമാണ്. അത്രയ്ക്ക് ലെജൻഡറി ആയിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം എഴുതി വയ്ക്കുന്ന ആ ഒരു വരികൾ, അത് അഭ്രപാളികളിലേക്ക് വരുമ്പോൾ അതിന് എത്ര തലങ്ങളിലാണ് അതിനർത്ഥമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ശരിക്കും. കാരണം അദ്ദേഹം ചെയ്ത ഏത് പടം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഇത്ര കണ്ട് കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഊളിയിട്ട് പോകുന്ന മറ്റൊരു തിരക്കഥാകൃത്തില്ല. ഞാനൊരു എന്താ പറയേണ്ടത്, ശരിക്കും അദ്ദേഹത്തിനൊരു കൂപ്പുകൈ കൊടുക്കണം. കാരണം എൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്കെപ്പോഴും എല്ലാവർക്കും കഴിവുകളുണ്ടായിരിക്കും. ഇപ്പോൾ പാടുന്ന ആൾക്ക് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, എഴുതുന്ന ആൾക്ക് എഴുതാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷേ ഒരു ഗുരുവിൻ്റെ കീഴിൽ നമുക്കൊരു ശിക്ഷണം കിട്ടുമ്പോഴാണ് അതിന് പ്രോപ്പർ ഡയറക്ഷനിൽ അത് വർക്ക് ചെയ്യപ്പെടുന്നത്. അത് ഏത് കാര്യത്തിലായാലും, ഏത് വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഗുരു നമുക്കുണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു മഹാപ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളത്തിൻ്റെ ഒരു പുണ്യമാണ്. മലയാളത്തിൻ്റെ ഒരു പുണ്യവും ഒരു ഭാഗ്യവും ആയിരുന്നു ശ്രീ ലോഹിതദാസ് സാർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലോഹിത് സാറ് അതിലേക്ക് വിളിക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഞാനൊരു ഹണ്ടറാണ്. പലർക്കും ഒരു ധാരണയുണ്ട് ബിനോയ്ക്ക് ചക്രത്തിൽ വേഷം കിട്ടിയത് പെട്ടെന്ന് കിട്ടിയതാണ്. അതൊന്നുമല്ല. ഞാൻ ഏതാണ്ടൊരു 50ഓളം സിനിമകളിൽ 1 സീനും 2 സീനും ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. 50. അത് അതിനു വേണ്ടിയുള്ള സ്ട്രഗിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, കന്ദസ്വാമി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ജോഷി സാറിൻ്റെ ഫ്രണ്ടാണ്. പനമ്പള്ളിനാളിലാണ് ജോഷി സാർ താമസിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പം ഞാനിങ്ങനെ കന്ദസ്വാമിയോട് പറഞ്ഞു, എനിക്ക് ജോഷി സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ എൻ്റെ കൂടെ വന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്, ഈ കന്ദസ്വാമിയും ജോഷി സാറും. അപ്പോൾ എന്നെ ജോഷി സാറിൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ പ്രജ എന്ന് പറയുന്ന ഒരു വർക്ക് വന്നപ്പോൾ അതിലെനിക്ക് വേഷം തന്നു. അതുകൂടാതെ സാറ് ലേലമാണെന്ന് തോന്നുന്നു, ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു നൈറ്റിൽ. സാറ് എൻ്റെ കൂടെ നിന്ന് പഠിക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് പഠിക്കാനുള്ളത്? ജോഷി സാറ് ചോദിച്ചു, എന്താ ഈ പഠിക്കാനുള്ളത്? അപ്പോൾ അങ്ങനെ കുറേ ദിവസം ജോഷി സാറിൻ്റെ കൂടെ നടന്നു. പിന്നെ അന്ന് ഈ പറയുന്ന മാതിരി ഇതിൻ്റെ ഇടയിൽ ഒത്തിരി കോമഡി ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളുടെ PG വിശ്വംഭരൻ ചേട്ടൻ കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയുന്നു, അതിൽ വിനീത് ചെയ്യുന്നൊരു വേഷം, ആ വേഷം വിനീതാണ് പിന്നെ ചെയ്തത്.
അതിലേക്ക് പുതിയ പുതുമുഖങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിശ്വനാഥൻ്റെ വീട് കണ്ടുപിടിച്ചിട്ട് ആ വീട്ടിൽ പോയി. ഇപ്പോൾ 2-3 ദിവസമൊന്നും വീട് തുറന്നില്ല. കാരണം പുള്ളി ഒരു പ്രത്യേക ടൈപ്പ് ആളാണ്. 3-ാമത്തെ ദിവസം ഞാൻ ചെന്നു. എന്താടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാട്ടുകുതിരയിലെ വേഷം. ശരി, നാളെ തൻ്റെ ഫോട്ടോയും ഇതൊക്കെ ആയിട്ട് പോവാം. ഫോട്ടോ കൊടുത്തു. അത് മാത്രമേ ഉള്ളൂ. അതിലൊന്നും പിന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ ഒരിക്കൽ രാവിലെ ഒരു 7 മണി ഞാൻ മദ്രാസിൽ ചെന്നു. അപ്പം അവിടെ ഡയറക്ടേഴ്സ് കോളനിയിലാണ് ഹരിഹരൻ സാർ താമസിക്കുന്നത്. അപ്പോൾ 7 മണിയാന്ന് ഓർക്കണം രാവിലെ. അപ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റ് വരാനായിട്ട് ഒരു 8 മണി ഇപ്പോൾ ടൈമാവും, 8-8:30. ഞാൻ 7 മണിക്ക് ബെല്ലമർത്തി. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പേര് ബിനോയ് എന്നാണ്, ഞാൻ ഇന്നെ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. എന്താ അപ്പോൾ പുള്ളിയുടെ അത് പുതിയൊരു ഫിലിം തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ശരി നോക്കാം. എന്തിനാ ഇത്രയും രാവിലെ വരുന്നത്? ഞാൻ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ. അതെൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ ചക്രത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഞാനിപ്പോഴും എനിക്ക് ഈ തലയിൽ ഒരു സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഉറങ്ങത്തില്ല. ഇതും തന്നെ ചിന്തിച്ചിരിക്കും. ഈ ചക്രത്തിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കരൂര് ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ ലോകി സാറ് ചക്രത്തിലേക്ക് വില്ലനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 10 മണിയായി പിരിഞ്ഞപ്പോൾ എനിക്കൊക്കെ കിടക്കാൻ പറ്റാനുള്ള അത് തന്നെ എൻ്റെ മനസ്സിലേക്ക് ലോകിദാസ് സാർ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാനൊരു അന്ന് ഞങ്ങൾ നോർത്തിലാണ് താമസം. ഒരു 11 മണിയായപ്പോൾ എഴുന്നേറ്റു മെല്ലെ. ഞാൻ മാത്രമേ ഉള്ളൂ, തറവാടിലാണ് അച്ഛനും അമ്മയെല്ലാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ലേ, കയ്യിലധികം പൈസയൊന്നുമില്ല. അധികം പൈസയില്ല, കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഏതോ ഒരു ട്രെയിൻ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഒറ്റപ്പാലം വഴിയാണ് പോകുന്നത്. ചാടി കയറി ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. കള്ളവണ്ടിയാണ്, വക്കാൻ കള്ളവണ്ടിയാണ്. അപ്പോൾ ടിക്കറ്റ് ഇല്ല. ഞാൻ ഈ 2 ബെർത്തിൻ്റെ ഇടയിൽ കിടന്നു. ഇന്നങ്ങനെ കിടക്കാൻ പറ്റില്ല, ചെക്കിങ് ഒക്കെ കുറവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു സൈഡ് ഒരു കാർന്നോരോ ഒക്കെ കിടക്കണം. അപ്പോൾ അവരുടെ ഈ എമ്പക്കവും ഇതെല്ലാം കേൾക്കാം. എന്നാലും അവിടെ തന്നെ കിടന്നു, കാരണം നമുക്ക് അവിടെ എത്തണല്ലോ. അങ്ങനെ അവിടെ കിടന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ അവിടെ എത്തി. ഈ പറയുന്ന മാതിരി ഒരു 7 മണിക്ക് അകലൂരാണ് സാർ താമസിക്കുന്നത്, പഴയലിക്കടി. സാറിൻ്റെ വീട്ടിൽ ചെല്ലുവാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ സാറിന് രാവിലെ നടക്കാനിറങ്ങും. അതും രാവിലെയാണ്. അപ്പോൾ വേഗം സാറ് എന്നെ കണ്ട വഴി എന്താണ് ചോദിച്ച് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പേര് ബിനോയ് എന്നാണ്, ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഒന്നും അറിയത്തില്ലല്ലോ, അഭിനയിക്കാനായിട്ട് നമുക്കതൊന്നും വില്ലനെന്ന് പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ. ഈ സാധാരണ ഇത്രയും വലിയ വില്ലനൊക്കെ ചെയ്യാന്ന് പറയുന്നത് നല്ല കരിയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് ഒക്കെയാണ് പെട്ടെന്ന് കയറിയിട്ട് ഇത്രയും വലിയൊരു വില്ലൻ. കാരണം ആ സിനിമ നിർത്തുന്ന ആ വില്ലനാണല്ലോ. എന്ന് പറയുന്നത് വില്ലനാണ്, കാരണം വില്ലനാണ് കൊണ്ടുപോകുന്നത്. കാരണം അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗിരി എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഗിരിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണമാണത്. ഉദയനാണ് താരം എന്ന് പറയുന്നത്, ഗിരിയാണ് അതിന്റെ താരം. അപ്പോ ശരിക്കും സാറ് ചോദിച്ചു എന്താണോ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ അതിനൊരു 4-5 ദിവസം മുമ്പ് തന്നെ ഞാൻ ആ ഒരു ലോറിയുടെ ഇതൊക്കെ മനസ്സിലാക്കിയാണോ എന്താണോന്ന് അറിയില്ല, ഒരു ഉൾവിളിയാണ്. അന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ സാറിന് കാണിച്ചു കൊടുത്തു. സാറിങ്ങനെ നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ എത്ര ഹൈറ്റ് ഉണ്ട് ചോദിച്ചു. ഞാൻ 5 അടി 10 ഇഞ്ചുണ്ട്. ശരി, താൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ.
പെട്ടെന്ന് തന്നെ ഞാൻ പോയി. അപ്പോൾ എനിക്ക് തോന്നി എവിടെയോ ഒരു പറയില്ലേ ഒരു സ്പാർക്ക്. അപ്പം നമ്മളുടെ ഈ കഷ്ടപ്പാടുകളുടെയൊക്കെ ഒരു ഇതേ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നീണ്ട കഷ്ടപ്പാടാണ്. ഒരിക്കൽ തേവര ഇതുപോലെ ഒരു പടം നടക്കുകയാണ്, കീർത്തൻ എന്നാണ് അതിൻ്റെ പേര്. നമ്മളുടെ മുകേഷ് ഏട്ടൻ അഭിനയിച്ച ഫിലിമാണ്. അപ്പോൾ ആ പടത്തിന് അതിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് കുറേ ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് പാലമുറ്റം മജീദൊക്കെ പറഞ്ഞു ഇതിനൊക്കെ അഭിനയിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ക്രേസായിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. എങ്കിൽ ഇയാൾക്കൊരു SIയുടെ വേഷം കൊടുത്തത്. അപ്പം ഞാൻ ഈ SIയുടെ വേഷം ഇടാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിപ്പോയി. ഒരു സ്ഥലത്ത് രാജൻ പി ദേവ് എന്ന് പറയുന്ന മഹാനായ കലാകാരനിരിക്കുന്നു. വേറെ സ്ഥലത്ത് ഉമ്മർക്ക് അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. രാജൻ പി ദേവ് ഒരു പള്ളി പ്രമാണിയായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഈ മേക്കപ്പൊക്കെ ഇട്ട് മീശ വിരിക്കുക. അന്ന് അധികം മീശയൊന്നുമില്ല. അപ്പോൾ രാജൻ പി ദേവ് പറഞ്ഞു അധികം വിരിക്കണ്ട, ഉള്ളത് പറയും എന്ന് പറഞ്ഞു. ഇവിടെ വീട് മോൻ്റെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അന്ന് രാത്രിയിൽ ഈ അഭിനയൊക്കെ കഴിഞ്ഞു. പക്ഷേ കയ്യിലധികം പൈസ ഇല്ല. ഈ പറയുന്ന മാതിരി ഞാൻ ഇറങ്ങി ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2-2:30. അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് വേറെ വണ്ടിയൊന്നുമില്ല, അന്ന് വണ്ടിയൊന്നുമില്ല. ഉടനെ തന്നെ ഞാൻ റോഡിലിറങ്ങിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ഈ ഓട്ടോക്കാരൻ പൈസ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളോട്. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല തന്നെ. അന്ന് ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. വേറെ അപ്പച്ചനുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ രാവിലെ അല്ലേ ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാണ്? അയാൾ പറഞ്ഞു 300. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 300 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നല്ല ഇരുട്ടല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു മതിൽ കാണുക. എൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ പറമ്പിലേക്ക് എടുത്ത് ചാട്ടാം. പൈസ കൊടുത്തില്ല, പൈസ കൊടുക്കാൻ വേണ്ടേ, കാശില്ല. ഇവിടെ നിക്കെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ പൈസ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് വേറൊരു വീടിന്റെ അകത്ത് കയറിയിട്ട്. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾ ആയിട്ട് വെറുതെ മനസ്സിലാകുന്നുണ്ടോ. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം അയാൾ അവിടെ ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് ഈ നമ്മുടെ ചില കൊട്ടേഷൻ ഗ്യാങ്ങിൻ്റെ ഏരിയ. പെട്ടെന്ന് തന്നെ ഇയാൾ ഏതോ ഒരു വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു. ഇങ്ങനെ ഒരു പയ്യൻ ഇങ്ങോട്ട് വന്നായിരുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് പുള്ളി പൈസ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇയാളെന്തോ തരികടിയാണെന്ന് തോന്നിയ. അവർ പറഞ്ഞു ആദ്യം അവർക്ക് ആളെ മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. ഏത് ഒരു കാര്യത്തിൽ ഇപ്പൊ അയാളൊരു 100 രൂപ അല്ലെ അങ്ങനെ ന്യായമായിട്ട് പറയുവാണെങ്കിൽ നമ്മളത് കൊടുക്കും. കാരണം ഒരു വീട്ടിൽ നിന്നായാലും വാങ്ങിക്കൊടുക്കും. ഇത് 300 എന്ന് പറയുമ്പോൾ അയാൾ നമ്മളെ കൊല്ലാനാണ് നമ്മളെ അറക്കുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട അധികം, ഈ ഏരിയ നല്ലതല്ല, ചേട്ടൻ വേറെ പൊക്കോളൂ എന്ന് പറഞ്ഞു. ചേട്ടനെ ആരെ പറ്റി അങ്ങനെ പുള്ളി പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സിനിമയിൽ ഈ സ്ട്രഗിളും കോമഡി ഇതെല്ലാം കൂടെ. കാരണം എപ്പോഴും മനസ്സിൽ സിനിമ നടൻ ആകണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അത് തന്നെ എപ്പോഴും അത് മാത്രമേ ഉള്ളൂ ചിന്ത. അതുപോലെ ഞാൻ എല്ലാവരുടെ അടുത്ത് ഇപ്പം ഇവിടുന്ന് പിന്നീട് ബൈക്കായി. അപ്പോൾ നേരെ എറിയാട് പോകും. എറിയാട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ കമൽ സാറ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെല്ലും. പയ്യനാണ്, ഇന്നത്തെ പോലെ ഒന്നുമല്ല, നല്ല ഗ്ലാമറും ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ പുള്ളി കണ്ടു. ഇന്നും ഗ്ലാമറിന് ശരിക്കും ആ ഒരു നമ്മൾ ആ ഗിരിയേടനെ കണ്ട ആ ഒരു ഇത് ആംബിയൻസ് ഉണ്ട്. കുറച്ചൊരു പ്രായം ഏതായാലും നമുക്ക് കുറച്ച് കൂടിയിട്ടുണ്ടാവില്ല, അതേ ഉള്ളൂ. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നത്, ആ ഒരു ചൈതന്യം നമ്മളുടെ മുഖത്ത്. അപ്പം ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് ചെല്ലും. സാറ് ഇരിക്കും, ചായ ഒക്കെ കൊണ്ടുവരും, കുടിക്കും, പോരും. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് വരാൻ ലോഹിത് സാർ പറഞ്ഞിട്ട് പിന്നെ എന്തായി നമ്മളത് നമ്മൾ അവിടെ ഇപ്പം ഞാൻ ഈ സ്ട്രഗിളിലേക്ക് വന്നു. അങ്ങനെ സത്യേട്ടൻ പോകാത്ത ആൾക്കാരില്ല. ഏതാണ്ട് ഓൾമോസ്റ്റ്
എല്ലാ സംവിധായകരെയും പോയി കാണും. സത്യൻ അന്തിക്കാടിനെ പോയി, സത്യേട്ടനെ പോയി അദ്ദേഹത്തിൻ്റെ അവിടെ കണ്ടു, അദ്ദേഹം സംസാരിച്ചു. അത് ചക്രത്തിന് ശേഷമായി പോകുന്നത്. അപ്പൊ ഇത് ചായ കുടിച്ച് വന്നിട്ട് എന്തായിരുന്നു പിന്നെ ലോഹിതദാസ് അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ. അപ്പം ഞാൻ വന്നു. ഇപ്പം ചായ കുടിക്കാൻ അധികം സമയം വേണ്ടല്ലോ. ചായ കുടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം മതി. ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ നമുക്ക് നടന്നാൽ മതി. ഞാൻ വന്ന് അപ്പോൾ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ അവിടെ ഈ പടിയുണ്ട്, ആ പടിയിൽ കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 10-11 മണിയായി. നല്ല ഉറക്ക. ഞാൻ സാറ് വിളിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ചക്രമാണെങ്കിൽ ശരിക്കും നല്ല സ്ട്രഗിൾസ് ഉണ്ടായി. ആദ്യത്തെ ചക്രം മുടങ്ങി. ഇനി ഇങ്ങനെ ഒരു പടം വരില്ല എന്നുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിലുള്ള പ്രശ്നങ്ങൾ അത്രയ്ക്ക് ഗുരുതരമായിരുന്നു. അത്രയ്ക്ക് ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉള്ളൊരു ഫിലിമാണ്. അതിലേക്ക് വരാന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലാണ്. അപ്പം എന്നെ ഞാനവിടെ കിടക്കുകയാണ്. ഉടനെ തന്നെ സാറ്, അപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ അങ്ങനെ മെല്ലെ വീടാണെന്ന് ഓർത്ത് എഴുന്നേറ്റ് വരിക. നോക്കുമ്പോൾ സാറ് കവിഞ്ചിയിൽ കാൽമേൽ കാലും കയറ്റി വെച്ചിട്ട് എന്നെ മാത്രം നോക്കി കിടക്കുക. ഇങ്ങനെ നമ്മൾ ചാരിയിരിക്കുക. ഞാൻ ഉറങ്ങുന്നു. അപ്പൊ സാറ് എന്നെ മാത്രം നോക്കിയിട്ടിരിക്കുക. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, സന്തോഷം വന്നേന്നാണ്. ഞാൻ ഈ സന്തോഷ. അപ്പോൾ എനിക്കുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഉള്ളതെല്ലാം തുറന്നു പറയുന്ന ഒരു, ഉള്ളതെല്ലാം ഒന്നും വെച്ചോണ്ടിരിക്കും. എല്ലാം മുഖത്ത് നോക്കി. അതിന് കുറെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. കാരണം ഒന്നും ഞാൻ ഒരു കാര്യം ഒരു ഇത് തുറന്നു പറയും. അപ്പോൾ ഞാൻ കണ്ട വഴി സാറ്, ഞാൻ അധികം സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്കൊരു ശിഷ്യനുണ്ട് സന്തോഷം, തന്നെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സന്തോഷം എന്ന് വിളിക്കുന്നത്. പിന്നെ എന്നെ കുറേ കാലത്തേക്ക് സന്തോഷം എന്നേ വിളിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പുതിയൊരു പേര് വേണം. എനിക്ക് ഈ ബിനോയ് എന്നുള്ള പേരൊന്നും അങ്ങ് എനിക്ക് തന്നെ ദഹിക്കുന്നില്ല. അങ്ങ് ഒരു കോമൺ നെയിമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേ നമ്മുടെ ഇയാൾ പറയുന്ന മാതിരി ഈ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ മാതിരി സരോജ് കുമാറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഒരു പേര് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ കണ്ടുപിടിക്കാം, നോക്കട്ടെ, നീ ധൈര്യമായിട്ടിരിക്കും. നീ എനിക്ക് ചെറിയ കാര്യം പോലും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് ആ ടെൻഷനിൽ പ്രതിഫലിക്കും. ഒരു നിസ്സാര കാര്യം മതി. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അത് റെഡിയാക്കി തരാം കേട്ടോ. അഭിനയിക്കുന്നതിന് മുമ്പ് പേര് ആദ്യം എനിക്ക് പേരാണ് എനിക്ക് പ്രശ്നം. കാരണം ഞങ്ങൾ തമ്മിലൊരു ഇതായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പേര് എനിക്ക് പറ്റാനുള്ള. അപ്പോൾ ഉടനെ തന്നെ സാറ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ഒരു കള്ളുകൂടിയനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അഭിനയിച്ച് വരാം. അപ്പോൾ സാറിൻ്റെ അവിടെ ഇങ്ങനെ ഇതാണ് ഈ നമ്മൾ പൂമുഖം ഉണ്ടല്ലോ, കെട്ടിയിട്ടിരിക്കുന്ന പൂമുഖമാണ്. ഞാൻ എൻ്റെ ബാക്കിൽ നിന്ന് ഒരു സാധനം എന്താണെന്നും അറിയില്ല. എനിക്ക് ഒന്നാമത് തന്നെ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ ഈ അഭിനയിക്കുന്നത് ആരുടെ മുമ്പിലെ ലോഹിതദാസ് എന്ന് പറയുന്ന ആ മഹാ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും അതിനേക്കാളെല്ലാം ഉപരി സാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് 100-150ഓളം നാടകങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ്. അത് സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എക്സ്പീരിയൻസ് ചെറുതല്ല, മഹാപ്രതിഭയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും ഇദ്ദേഹം ഒപ്പിയെടുക്കും. നമ്മളുടെ മനസ്സിന്റെ ഒരു 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 ചെറിയ മനസ്സിന്റെ ഒരു മാറ്റം പോലും ഇദ്ദേഹത്തിന് മനസ്സിലാവും. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്നും പല സ്ഥലത്തും വെച്ച് ഞാൻ അകലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പാട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഈ റിയാൻ സ്റ്റുഡിയോയിൽ വർക്കിന് പോകുമ്പോൾ സാറ് അവിടെ ചില പടത്തിൻ്റെ ഡബ്ബിങ്ങിനും ഒക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അപ്പോൾ മീര ജാസ്മിന് സൂത്തുദാരൻ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡബ്ബിങ്ങിനും എല്ലാം വേണ്ടി വരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളകത്ത് അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം, ലോഹിതദാസ് സാറ് പോകുന്നു, ലോഹിതദാസ് സാറ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതാണ്, ഒരു പ്രൗഢി. അതായത് നമുക്ക് പെട്ടെന്ന് അക്സസിബിൾ അല്ല ആള്. അതായത് അദ്ദേഹം സിനിമയുടെയും കഥയുടെയും കഥാപാത്രങ്ങളുടെയും എഴുത്തിൻ്റെയും മാത്രം ലോകത്തുള്ള ഒരാളാണ്.
മറ്റൊന്നും, അതായത് സാധാരണ മനുഷ്യൻ്റെ ജീവിതങ്ങളാണ് അദ്ദേഹം ഒപ്പുന്നതെങ്കിലും അദ്ദേഹം ജീവിക്കുന്നത് സാധാരണക്കാരനായിട്ടല്ല. അത് ചിന്തകളുടെ തലമാണ്, ജീവിതത്തിൻ്റെ തലമല്ല. അതായത് ചിന്തയിൽ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ചിന്തയാണ്. അവരുടെ ആ ചിന്തകളിൽ അദ്ദേഹം വലിയൊരു മഹാസാമ്രാട്ടാണ്. അപ്പൊ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് കയറി ഇടിച്ചു കയറിയൊന്നും ചെല്ലാനൊന്നും പറ്റൂല. സാറ് വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട്, മീര ജാസ്മിന് അടുത്ത തമിഴ് പടം കാസ്റ്റ് ഇതായിട്ടുണ്ട്, അതിലെത്ര 50 ലക്ഷമോ അങ്ങനെ ഏതാണ്ട് ഒരു വലിയൊരു എമൗണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 50 ലക്ഷം ഒന്നും വേണ്ട, ഒരു 5 ലക്ഷം കിട്ടുന്ന ഒരു നടനെ മതി. അവരെയൊക്കെ വിജയ് യേശുദാസിനെ പരിചയപ്പെടുത്തി. അതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് ഗുരുവായൂർ നമ്മുടെ സിനിമയിൽ വില്ലനാകാൻ സാധ്യതയുള്ള ആളാണ്. സാധ്യതയാണ് നമുക്ക് എന്ന് പറഞ്ഞു. സിനിമയായാലും രാഷ്ട്രീയമായാലും ഇന്ന് ഗോഡ് ഫാദറാണ്. ഒന്നുകിൽ ഗോഡ് ഫാദർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പിതാവിൻ്റെ മകനായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ എറണാകുളത്ത് നിന്ന് ബിനോയ് എന്ന് പറയുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിത് കേട്ടു. പൃഥ്വിരാജ് അന്നൊരു എന്താ പറയുക, പൃഥ്വിരാജിൽ ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് വല്ലാത്തൊരു വേദനയായി. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. കാരണം ഇതൊരു മെഗാ ഫിലിമാണെന്നുള്ളത് എനിക്കറിയാം. സാറ് പറഞ്ഞിട്ടാണോന്നറിയില്ല, ആരും അവിടെ പറഞ്ഞെന്നുള്ളത് ഞാൻ പിന്നീട് അറിഞ്ഞു. ഈ വേഷം ചെയ്യാൻ അവന് മാത്രമേ